നഗരവൽക്കരണവും മാലിന്യവർദ്ധനവും പരസ്പര പൂരകങ്ങളാണ്. അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന പയ്യന്നൂർ കൊടുങ്ങല്ലൂർ നഗരത്തിൽ മാലിന്യ തോത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് തടയാൻ മുനിസിപ്പാലിറ്റിയുടെ എന്തൊക്കെ നടപടികളാണ് അത് എത്രത്തോളം ഫലപ്രദമായി എത്തിക്കാൻ സാധിക്കും? നഗരവൽക്കരണത്തിൻ്റെ ഫലമായിട്ടാണ് മാലിന്യങ്ങൾ ഉണ്ടാകുന്നത്. നമ്മുടെ കഴിഞ്ഞ കാലത്ത് സാമൂഹ്യ അവസ്ഥ നോക്കിയാൽ വ്യവസായ വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട് വ്യവസായശാലകളൊക്കെ ഉണ്ടായപ്പോൾ ആ വ്യവസായശാലകളുടെ ചുറ്റും ആളുകൾ വന്ന് താമസിക്കാൻ തുടങ്ങി. അങ്ങനെ താമസിക്കാൻ തുടങ്ങിയപ്പോഴാണ് മാലിന്യങ്ങളുണ്ടായി. അപ്പം അന്ന് മുതൽ തന്നെ ഈ മാലിന്യങ്ങൾ സംസ്കരിക്കുക, നീക്കം ചെയ്യുക എന്നുള്ളത് ഒരു പ്രശ്നമായിട്ട് ഉയർന്നു വന്നു, ഒരു പ്രശ്നമായിട്ട് ഒരു ആവശ്യമായിട്ട് ഉയർന്നു വന്നു. അപ്പം അതിനുള്ള സംവിധാനങ്ങൾ പല രീതിയിലും നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പം അത് കുറേ കൂടെ മാലിന്യങ്ങളുടെ തോത് എല്ലായിടത്തും വർദ്ധിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ മാലിന്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നത് കേരളത്തിലാണ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും പുറത്തുനിന്ന് ഇവിടെ വരുന്ന ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ് കേരളം. അപ്പോൾ എല്ലാം ഇങ്ങനെ ഇവിടെ വരുന്നു. വീടുകളിലുണ്ടാകുന്ന മാലിന്യങ്ങളാണെങ്കിൽ സംസ്കരിക്കണമെന്നൊരു ധാരണയില്ലാതെ തുടങ്ങിയിട്ട് കുറേ വിഷയങ്ങൾക്ക് വന്നു. അപ്പോൾ അങ്ങനെ വരുമ്പം വ്യത്യസ്തമായ രീതികളാണ് മാലിന്യ ലഘൂകരണത്തിനും മാലിന്യ നിർമ്മാർജ്ജനത്തിനും ഒക്കെ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് മാലിന്യങ്ങൾ ശേഖരിച്ച് ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ കൊണ്ടുപോയി സംസ്കരിക്കുക എന്നുള്ളതല്ല. നേരത്തെ ഒരു കൺസെപ്റ്റ് അങ്ങനെയാണ്, ഉള്ള മാലിന്യങ്ങളെല്ലാം കൂടെ ശേഖരിക്കുക, അത് ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ കൊണ്ടുവന്നിട്ട് അവിടെ സംസ്കരിക്കുക എന്നുള്ളത്. ഇപ്പോഴത്തെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് എവിടെയാണോ മാലിന്യം ഉണ്ടാകുന്നത് അതിൻ്റെ സ്രോതസ് അവിടെ വെച്ചിട്ടാണ് സംസ്കരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വീട്ടിൽ മാലിന്യം ഉണ്ടായാൽ ആ വീട്ടിൽ തന്നെ അത് സംസ്കരിക്കണം. ഹോട്ടലാണെങ്കിൽ അവിടെ ആ രീതിയിൽ അതിൻ്റെ പ്രഭവ കേന്ദ്രത്തിൽ തന്നെ മാലിന്യങ്ങൾ സംസ്കരിക്കണമെന്നൊരു പൊതു കാഴ്ചപ്പാടാണ് ഇപ്പോൾ വളർന്നു വരുന്നത്. അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ഈ മണ്ണിലെ കമ്പോസ്റ്റ് വീടുകളിൽ കൊടുക്കുക, കമ്പോസ്റ്റ് സംവിധാനങ്ങൾ വീടുകളിൽ ഉണ്ടാക്കുക തുടങ്ങിയിട്ടുള്ള കുറേ മാർഗങ്ങൾ പൊതുവെ വികേന്ദ്രീകൃതമായ രീതിയിൽ നഗരസഭയ്ക്ക് അത് നല്ലതുപോലെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ പ്രമുഖമായിട്ട് തന്നെ മാലിന്യങ്ങൾ നമ്മുടെ കണ്ടുകെട്ട് വർക്കർമാരെ അല്ലെങ്കിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിൽ നിയോഗിക്കപ്പെട്ട തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ട് ശേഖരിച്ച് നമ്മുടെ മൂരിക്കോയിലുള്ള മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ സംസ്കരിക്കുന്നുണ്ട്. ഇങ്ങനെ പിന്നെ ശേഖരിക്കുന്ന 2-3 തലങ്ങളിലാണ്. ഒന്നിപ്പോൾ റോഡിൻ്റെ മേലെയുള്ളത്, അത് കൊണ്ടിടാൻ വേണ്ടി ബിന്നുണ്ട്, അതിനകത്ത് അവർ കൊണ്ട് നിശ്ചയിച്ചാൽ അത് രാവിലെ ലോറി തൊഴിലാളികൾ എടുക്കും. വീടുകളിൽ നിന്ന് 2-3 വാർഡുകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ വീടുകളിൽ നിന്ന് ശേഖരിച്ചിട്ട് അത് അവരുടെ വാഹനത്തിൽ ഈ ലോറിയിലിട്ടിട്ട് അത് കൊണ്ടുപോയിരിക്കുന്നു. അവിടെ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മണ്ണിര കമ്പോസ്റ്റ് രീതിയാണ്, വെർമി കമ്പോസ്റ്റ്. അവിടെ നിന്ന് അത് വേർതിരിച്ചിട്ട് പ്ലാസ്റ്റിക് അതുപോലുള്ളതൊക്കെ വേർതിരിച്ച് പിന്നെ മണ്ണിലേക്ക് തിന്നാൻ പറ്റാവുന്നത് മാത്രം വേർതിരിച്ചെടുത്തിട്ട് അത് മണ്ണിലേക്ക് തീറ്റയായിട്ട് കൊടുത്തിട്ടത് പിന്നെ ഒഴിവാക്കുക. എന്നിട്ട് അതിൽ നിന്ന് ആ വളം കൊടുക്കുക തുടങ്ങിയിട്ടുള്ള മാർഗങ്ങളാണ് കൃഷി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു ആവശ്യത്തോടെ അത് എത്തുന്നില്ല, അത്ര പോരാ. അപ്പോൾ കുറേ കൂടി അത് വിപുലീകൃതമായിട്ട് രീതിയിൽ പിന്നെ നടത്താനുള്ള ഇതെല്ലാം ഉണ്ട്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഒരു സഹായത്തോടുകൂടി നമ്മുടെ ഈ നഗരസഭയിൽ ഒരു മോഡൽ പ്രോജക്റ്റ് ആയിട്ട് അവരെടുക്കുന്നത്. ഇതിനുവേണ്ടി ഒരു 10 ലക്ഷത്തോളം രൂപ ഇതിനു വേണ്ടി നീക്കിവെച്ചിട്ടുണ്ട്. എന്നാലും പരിമിതികളുണ്ട്. നമ്മുടെ ഒരു ആവശ്യകതയുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ പരിമിതികളൊന്നും ഉണ്ടായില്ല. നാളെയുടെ വളർന്നു വരുന്ന മാലിന്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നഗരസഭ ആസൂത്രണം ചെയ്ത പദ്ധതികൾ എന്നിവയാണ്. നാളെ ആസൂത്രണം ചെയ്തെങ്കിൽ പറഞ്ഞ കൂട്ടത്തിൽ തന്നെ അത് വന്നു. ഒന്ന് വികേന്ദ്രീകൃതമായിട്ട് രീതിയിലുള്ള മാലിന്യ സംസ്കരണങ്ങളാണ് ഏറ്റവും പ്രധാനം. അതിൽ ജനങ്ങളെ ബോധവൽക്കരിക്കുക, ജനങ്ങളുടെ മനോഭാവത്തിൽ നല്ല മാറ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യം.
എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന മാലിന്യങ്ങൾ വേറെ എവിടെയെങ്കിലും വലിച്ചെറിഞ്ഞിട്ട് നമ്മൾ രക്ഷപ്പെടുക, ആ ഒരു മനോഭാവമാണ് ആളുകൾക്കുള്ളത്. ഒന്നുകിൽ അടുത്ത പറമ്പിലേക്ക് അല്ലെങ്കിൽ റോഡിലേക്ക് അല്ലെങ്കിൽ വെള്ളം ഒഴുകുന്ന തോടിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് നമ്മുടെ കാര്യം ഭംഗിയെത്തുന്ന ഒരു ചിന്തയാണ് സമൂഹത്തിൽ വളർന്നിട്ടുള്ളത്. അപ്പോൾ വെള്ളം ഒഴുകുന്ന ഒരു തോടിലേക്ക് ഒഴുകി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ അതുമൂലം ആ വീട് അയാളുടെ വീട് ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ അവരുടെ വീട് ഉൾക്കൊള്ളുന്നവർക്ക് എല്ലാ അതിൻ്റെ ആഘാതങ്ങൾ പിന്നീട് തിരിച്ചു വരികയാണ്. അത് മനസ്സിലാക്കാതെ ചെയ്യുന്നത്. അപ്പോൾ ഈ വികേന്ദ്രീകൃതമായിട്ടിത് സോഷ്യൽ തന്നെ പിന്നെ സംസ്കരിക്കത്തക്കവണ്ണമുള്ളൊരു അവബോധത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരണം. അതിനുവേണ്ടി നമ്മൾ നല്ല ശ്രമം നടത്തുന്നുണ്ട്. ഏറ്റവും പ്രധാനം അതാണ്. രണ്ടാമത് ഞാൻ ഈ പറഞ്ഞതുപോലെ നിലവിലുള്ള വെർമി കമ്പോസ്റ്റ് സംവിധാനം കുറേ കൂടെ വിലപ്പെടുത്തിയിട്ട് വേറെ ഒരു വിൻഡ്രോ കമ്പോസ്റ്റ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഈ മണ്ണിരയുടെ കൂടെ തന്നെ വെർമിയുടെ കൂടെ വിൻഡ്രോ കമ്പോസ്റ്റ് രീതി നമ്മൾ സ്വീകരിച്ചിട്ടുള്ള കേരള പറഞ്ഞ ടൂറിസം ബോർഡിൻ്റെ പിന്നെ ഒരു പ്രോജക്റ്റ് നമ്മൾ നടത്തിയിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2020 പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ശിലാസ്ഥാപനമുണ്ട്. അത് പ്രവർത്തി ഉദ്ഘാടനം ജൈവ മാലിന്യങ്ങളും ഖരമാലിന്യങ്ങളും വേർതിരിച്ച് സംസ്കരിച്ച് അത് ഉപയോഗപ്രദമായി മാറ്റുക, അതിന് എന്തെങ്കിലും മാർഗങ്ങൾ സ്വീകരിച്ചു? അത് ജൈവമാലിന്യം അജൈവമാലിന്യം എന്ന് പറയുമ്പോൾ പിന്നെ അജൈവമാലിന്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ വരുന്നത് പ്ലാസ്റ്റിക്കാണ്. പിന്നെ മറ്റേവർ എടുക്കുന്ന സമയത്ത് ഈ കമ്പി അല്ലെങ്കിൽ അതുപോലുള്ള പിന്നെ ചെയ്യാത്ത അഴുകാത്ത കുറച്ച് മാലിന്യങ്ങളെല്ലാം ഉണ്ടാവും. അതിൽ കുറേ വേർതിരിച്ചിട്ട് അവിടെ നിന്ന് തന്നെ പിന്നെ കമ്പിയൊക്കെ അതിനകത്ത് വന്നു കഴിഞ്ഞാൽ അവർ തന്നെ ശേഖരിച്ച് കൊണ്ടുപോകും. പിന്നെ പ്ലാസ്റ്റിക്കാണ്. പ്ലാസ്റ്റിക് ഇപ്പോൾ നമ്മൾ ഇതിനിടെ ഒരു ബാംഗ്ലൂരിലുള്ള ഒരു കമ്പനിയായിട്ടുള്ളൊരു ധാരണ ഉണ്ടാക്കിയതാണ് വേർതിരിച്ച് കൊടുക്കാൻ വേണ്ടി. അവിടുന്ന് പിന്നെ വേർതിരിക്കുന്നുണ്ട്. മണ്ണിര കമ്പോസ്റ്റിലേക്ക് ഇടുന്നതിന് വേണ്ടി വേർതിരിച്ചിട്ടാണ് എടുക്കുക. അപ്പോൾ പ്ലാസ്റ്റിക് വേറെ വെച്ചിട്ട് ചെയ്യുകയാണ്. ഈ പ്ലാസ്റ്റിക് എടുക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ട്. പൈസ കൊടുത്തിട്ട് പ്ലാസ്റ്റിക് വാങ്ങുന്നുണ്ട്. ഒറ്റ മിനിറ്റ് പിന്നെ സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അത് വെച്ചുകൊണ്ട് അവരുമായി ടൈപ്പ് ആക്കിയിട്ട് അവർക്ക് വിൽക്കാൻ പറ്റണം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. നാം ഇന്ന് നേരിടുന്ന മാലിന്യ പ്രശ്നങ്ങളിൽ ജനകീയ അവബോധം ഉണ്ടാക്കാൻ എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്? ജനകീയ അവബോധം ഉണ്ടാക്കാൻ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് അത് ഒരുപാട് പിന്നെ ക്ലാസ്സുകൾ, അതുപോലെ പിന്നെ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുള്ള പ്രദർശനങ്ങൾ, പിന്നെ പ്രഭാഷണങ്ങൾ, മറ്റ് പലതായിട്ടും ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ ഈ ഘട്ടത്തിൽ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ വലിച്ചെറിയുന്നത് ശരിയല്ല എന്നൊരു ധാരണ ചെറിയ രീതിയിൽ വളർന്നു വരുന്നുണ്ട്. ഒരുപാട് ക്ലാസ്സുകളും അതുപോലെ തന്നെ ഈ ചലച്ചിത്രങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളും അതുമൊക്കെ ആയിട്ട് അനേകം കാര്യം നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മൾ ജനകീയ കൂട്ടായ്മ മറ്റൊന്നും വിളിച്ചിട്ട് ആളുകളോട് ഇത് രണ്ടും ബന്ധപ്പെട്ട് കിടക്കുന്നതല്ല. ആരോഗ്യവും ശുചീകരണവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതല്ല. പൊതു ശുചീകരണം നല്ലതുപോലെ നടന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള രോഗങ്ങൾ കുറയും. കാര്യങ്ങളുടെ നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്നത്.